സാറേ, അലോഷ്യസ് സേവ്യറാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. KSU ഇടക്കാലത്ത് വെച്ച് പഴയ പ്രതാപമൊക്കെ പറഞ്ഞിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു. ഇപ്പോൾ പക്ഷേ പുതിയൊരു സംഭവം വന്നിരിക്കുകയാണ്. അലോഷ്യസ് സേവ്യർ DJ അത് കഴിയുന്നു, കൂട്ടയടിയാവുന്നു. KSU ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. KSU പിള്ളേർ ആവേശം മോഡൽ പിള്ളേരാണ്. അവരിങ്ങനെ തല്ലി തിമർക്കുകയാണ്. KSUവിൻ്റെ തല്ലുമാല. എങ്ങനെയാണ് KSUക്കാർ നല്ല കുട്ടികളായി മാറിയോ? അല്ല, ഈ സേവ്യർ കേരളത്തിൽ ഈ KSUവിനെ രക്ഷിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിപ്പോൾ എനിക്ക് അതിൽ പ്രതീക്ഷയൊക്കെ ഉണ്ട് സേവ്യറിൻ്റെ. അത് സേവ്യറിൻ്റെ ഗുണം കൊണ്ടാണോ, SFIയുടെ ദോഷം കൊണ്ടാണോ, കേരളത്തിൻ്റെ മാറി വന്ന സെൻസിബിലിറ്റി കൊണ്ടാണോ? ഇപ്പം മറ്റേ ടോവിനോ തോമസിൻ്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, മെക്സിക്കൻ അപാരത, അതുപോലുള്ള സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ വർഷത്തെ പല കോളേജ് യൂണിയൻ ഇലക്ഷനിലും വിചാരിച്ചതിനപ്പുറമുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ KSUവിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അഭിമന്യുവിൻ്റെ പ്രശ്നമൊക്കെ എപ്പോഴും ലൈവായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ CBI അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറ്റവാളിത്തം കൊടുക്കലൊക്കെ. അടുത്ത വർഷം അവർക്ക് സ്കോപ്പ് ഉണ്ട്. കാരണം ABVP ആ രീതിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. ABVPയുടെ ക്യാമ്പസ് അംഗീകരിക്കാൻ ഇനിയും സമയമെടുക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫ്ലൈംബൈൻഡ് ആയിട്ടുള്ള നേതാക്കന്മാർ. SFIയും KSUവും പിന്നെ വടക്കോട്ട് എന്നാൽ MSF ആണ്. MSF അല്ല, ഇവിടെ എല്ലാ ക്യാമ്പസുകളും കേരളത്തിലുണ്ടാകുന്ന വേറെ സാധനമുണ്ട്. ക്യാമ്പസ് ഫണ്ട്, പിന്നെ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധനങ്ങൾ. ഇവർ വളരെ സൈലന്റ് ആയിട്ട് മുസ്ലിം പിള്ളേർ. MSF താഴോട്ട് പോയല്ലേ? MSF മലബാറിലുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഇവരാണ്. ഇവർക്ക് SFIനെ പോലെ ഒരു കൃത്യ സംഘടനാ സംവിധാനമുണ്ട്. പിന്നെ വളരെ സാധ്യതയുള്ള സംഭവം BJP ആണ്. പക്ഷേ ഈ ചാണകം എന്നൊക്കെയുള്ള പേരും മോഡി ഇവിടെ തമാശ കഥാപാത്രമായിട്ട്, എസ്പെഷ്യലി ക്യാമ്പസുകൾ പലപ്പോഴും തമാശ കഥാപാത്രം മേരി പേരെ പേരെ ദേശവാസികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് മാറണമെങ്കിൽ ABVP ആ രീതിയിൽ ശ്രമം നടത്തണം. അങ്ങനെ ശ്രമം ഞാൻ ABVPന്റെ ഭാഗത്ത് കണ്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഫ്ലൈംബൈൻഡ് ആയിട്ടുള്ള അണ്ണാമലയെ പോലെ നേതാവൊക്കെ വന്ന് അയാൾ നിരന്തരമായിട്ട് ഇടപെടുകയും മാറുള്ളൂ. അത് ABVPയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത് SFI, രണ്ടാമത് KSU. ഞാൻ പഠിക്കുമ്പോൾ തന്നെ KSU ഇല്ലാതായിരുന്നു. KSU ഇല്ലാതാവാൻ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇല്ലാതാവാൻ ലക്ഷണം KSU ഇല്ലാതാകുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ പണ്ട് നമ്മളെ വീട്ടിൽ ഈ ഗ്രൂപ്പ് യോഗം വിളിക്കുമ്പോൾ നമ്മളവിടെ തന്നെ രാമേന്ദ്ര മാഷോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-20 വർഷം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതെ അത് ആ രീതിയിലാകുമ്പോൾ പോകുന്നത്. കോൺഗ്രസ് ഇല്ലേ നിങ്ങൾ ചോദിക്കും, ഭരണം കിട്ടുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് ഇല്ലാന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് ആളുകൾ കൊടിയും പിടിച്ചെടുക്കുന്നു, CPM-നുള്ള വിരോധം കൊണ്ട് കുറച്ച് ആളുകൾ വോട്ട് ചെയ്യുന്നു, ചില ആളുകൾ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ക്യാമ്പസിൽ ഈ സാധനം ഇല്ലാതെ SFI അടിച്ചു കയറുകയാണ്. അതിന്റെ സംഭവം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയോട് കൂടിയിട്ടാണ് ഈ മാറ്റം വന്നത്. അതുവരെ ഈ ആന്റണിയുടെ 1.5 സമരം, വൈറാരവിയുടെ സമരമാണ് സമരം എല്ലാം കൂടി കൊണ്ട് ക്യാമ്പസിന്റെ കേരള യുവത്വത്തിന്റെ മുഖമായിരുന്നു. ഇപ്പൊ NSU അതിന് മറികടക്കുന്ന രീതിയിൽ ശ്രദ്ധ ആകർഷിച്ച പ്രസ്ഥാനമാണ് KSU. ഈ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും ആന്റണി, ഈ യുവതുർക്കികളെല്ലാം, ഒരു കാലത്ത് യുവതുർക്കികളെല്ലാം വന്നത് ഈ പ്രസ്ഥാനത്തിലൂടെയാണ്. KSU ആണെന്ന് വെച്ചാൽ അഭിമാനമായിരുന്നു, അന്തസ്സിന്റെ വിഷയമായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് ഒരു ദിശാബോധം നൽകുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ആ KSU അടിയന്തരാവസ്ഥ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ തിരിച്ചടി കിട്ടിയ 2 പാർട്ടിക്കാണ്. ഒന്ന് AISF-നും ക്യാമ്പസിലും, ഒന്ന് KSU. അപ്പം അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം വില്ലന്മാരായി മാറും. അതോടുകൂടി അവരെ ഗ്രാഫ് താഴോട്ട് പോകുന്നത്. പിന്നെ SFIയുടെ കയറ്റമാണ്. കൊള്ളാമെന്ന് ചിന്തിക്കുന്ന പിള്ളേരെല്ലാവരും തന്നെ രാജൻ SFIക്കാരനല്ല, പക്ഷെ അതിന് ഗുണം കിട്ടി, രാജൻ കേസിന് ഗുണം കിട്ടിയ SFI ആണ്. SFI എന്ന് വെച്ചാൽ വികാരമായി മാറി, പൊരുതുന്ന യുവത്വത്തിന്റെ പ്രതീകമായി മാറി. SFI പിന്നെ DYFIയിലേക്ക് പോകും, അങ്ങനെ CPM-ലേക്ക് പോകും. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പല അച്ഛന്മാരും പിണറായിക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നു എന്ന് പറയാം. ഒരു പ്രധാനപ്പെട്ട കാരണം അവരെല്ലാം ഈ കാലഘട്ടത്തിൽ SFIക്കാരല്ല, അവര് ആ കാലഘട്ടത്തിൽ SFIയുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള SFIയുടെ ഒരു പുഷ്കല കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ SFIക്കാരുടെ കൂടെ ക്യാമ്പസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നേരിന്റെയും നിറയുടെയും പ്രസ്ഥാനം അപ്പോസ്തലന്മാര് SFI ആയിരുന്നു. ഇപ്പൊ ഞാൻ പഠിക്കുന്നവരെ എനിക്കാണ്. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഒന്നും ആ കാലഘട്ടത്തിൽ ഒരു അഭിമന്യു പോലുള്ള പ്രശ്നം, പിന്നെ TB രാജേഷോ MP രാജേഷോ അവരൊക്കെ ഞങ്ങളെ നേതാക്കളാണ്. ഉത്തരത്ത് ദിനേശനോ, അതല്ലെങ്കിൽ ഈവൻ സാനുവിൻ്റെ ഒന്നും ലീഡർഷിപ്പിൽ അത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സാനു സ്റ്റേറ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ സെൻട്രൽ ലീഡർഷിപ്പിലല്ല. പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തെ സ്ഥിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ പിള്ളേരെ വെച്ചാൽ അവർ പ്രായപരിധി വെച്ചു, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമാണ്. ആ ഒരു കണക്ക് ശരിയാണ്, പിള്ളേരെല്ലായിരിക്കും പിള്ളേരെ നേതാക്കന്മാരാണ് ഇവരുണ്ട്. ഇവർക്ക് എത്രത്തോളം ഇരുത്തം വന്നിട്ടുണ്ട് കാര്യം പല പ്രസ്താവനകൾ കാണുമ്പോൾ. ഇപ്പൊ ഗവർണർക്ക് പ്രവൃത്തി ഇപ്പൊ ഗവർണറെ എതിർക്കേണ്ടതൊക്കെയാണ്. അപ്പൊ എനിക്കും ഫെഡറലിസത്തിന് അദ്ദേഹം നടത്തുന്ന കടന്നുകയറ്റത്തിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. അത് പക്ഷെ നമ്മൾ താത്വികമായിട്ടുള്ള എതിർപ്പാണ്. അത് മാന്യമായ ഭാഷയിൽ വേണം അത് അവതരിപ്പിക്കാൻ, അല്ലാതെ അസഭ്യം പറയലല്ല. അതൊരു SFIയുടെ രീതിയുമല്ല. അങ്ങനെ മുമ്പാണെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ കറക്ഷൻസ് വരികയായിരുന്നു. ഇപ്പം അത് വരുന്നില്ല എന്നൊരു പ്രശ്നമാണ്. അപ്പം
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ കിട്ടിയ അടിക്ക് ശേഷം SFIയുടെ പുഷ്കല കാലത്തിന് ശേഷം ഈ പിന്നെ വന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള എന്താണ് KSUവിൻ്റെ ഡൗൺഫാളിന് ശേഷം ഒന്നുമില്ലാതെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത സാഹചര്യത്തിൽ KSU ക്യാമ്പസുകളിൽ വളർന്നു വരുന്നത് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളൂ. ഒട്ടേറെ സമരങ്ങൾ ഈ അലോഷ്യസിന്റെ അലോഷ്യസ് ഫസ്റ്റിൽ നേതാവായ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഈ ക്യാമ്പസ് ഇലക്ഷൻ ട്രോളുകൾ അയാൾക്കെതിരെ ഇപ്പം ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി നിർത്തുന്നത് അതൊക്കെ നല്ല കാര്യമാണ്. അലോഷ്യസ് ഒരു കോൺഫിഡൻസ് ഉള്ള നേതാവായി എനിക്കിപ്പം ഫീൽ ചെയ്യാം. അതിന്റെ ഭാഗമായിരിക്കും ഈ ക്യാമ്പുകളൊക്കെ. ഇതൊക്കെ SFIയുടെ രീതിയാണ്. ഇവർക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആരും അറിയാതല്ലായിരുന്നു. SFI കൃത്യമായി ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അവിടെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പൊ നിങ്ങൾ അന്ന് നമുക്ക് ക്ലാസ് എടുത്ത ആളുകളാണ് ഈ ഹരിഹരൻ, ആസാദ്, ഇവരൊക്കെ പാർട്ടി റിയാസൊക്കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആസാദിന്റെ പുസ്തകം എന്റെ വീട്ടിലുണ്ട്. നമുക്ക് ക്ലാസ് എടുത്തു. ഞാനൊക്കെ അത് ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളായിരുന്നു. അത് പക്ഷെ ഇപ്പോഴും SFI ആ ഒരു ക്യാമ്പൊക്കെ കൃത്യം നടക്കുന്നുണ്ട് DYFI ഒക്കെ. അപ്പൊ അതിൽ KSU ആ രീതിയിൽ സംഘടിപ്പിക്കാനായിരിക്കും അലോഷ്യസ് ശ്രമിച്ചത്. പിന്നെ ഈ തല്ലുണ്ടായ കാര്യം DJ കൊണ്ടുവരുന്നത് തെറ്റൊന്നല്ല. അപ്പം പണ്ടൊക്കെ SFI എനിക്കോ ഞാനൊരു SFI ക്യാമ്പിന് പോയിട്ട് അവിടെ എവിടെ പോയാലും വലി കുടീരങ്ങളെ എന്നുള്ള പാടും എനിക്ക് കേട്ട് ഭ്രാന്ത്. തൃശ്ശൂരാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ SFI അല്ല, യൂണിവേഴ്സിറ്റി ക്യാമ്പ്. SFI നടത്തുന്ന SFI ആണല്ലോ യൂണിയൻ, അവിടെ അടുത്ത യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പ്. അങ്ങനെ ഞാൻ നിങ്ങൾ വല്ല മറ്റേ ഈ പാട്ടൊക്കെ വെച്ചൂടെ അന്ന് ഒരു നിറം റിലീസ് ചെയ്തതാണ് ശുക്രിയ എന്നൊക്കെ. അന്നൊക്കെ വലിയ വിവാദം എൻ്റെ കോളേജിലൊക്കെ ആവുന്നു, യൂണിറ്റിലൊക്കെ. ഫക്രുദ്ദീൻ അവിടെ ഇത് പറഞ്ഞു ഇങ്ങനെ ഒറ്റ. ഇപ്പൊ എന്തായാലും ഇത്തരം പാട്ടുകളൊക്കെയാണ് വെക്കാറുള്ളത്. ഫ്ലാഷ് മോബൊക്കെ SFI പിള്ളേരല്ലേ ചെയ്യാറുള്ളത്. അപ്പൊ ആ രീതിയിൽ മാറി. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് KSU ഈ പറയുന്ന ഗാന്ധിസൊക്കെ വിട്ട് ഇങ്ങനെ ഒരു DJ എന്ന് ആർക്കും മാറ്റി നിർത്താൻ പറ്റും. RSS BJPക്കാരെ DJ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ DJ ഒക്കെ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ചെയ്യുന്നതല്ല പുതിയ കാലഘട്ടത്തിന്റെ ഭാവത്തെ ഉൾക്കൊള്ളാം. അതിന് അടിയിലേക്ക് എങ്ങനെ പോയത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമുണ്ടോ? ഈ K സുധാകരനെ ഒന്നും കാര്യമായി ആ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നില്ല. VD സതീശന്റെ ആളാണ് അലോഷ്യസ്. അപ്പം K സുധാകരനെ വിളിച്ചതേ ഇല്ല. എല്ലാ പരിപാടിയിലും എല്ലാം വിളിക്കാറ് പിള്ളേരെ പരിപാടി എല്ലാ പരിപാടിയും KPCC പ്രസിഡന്റ് അല്ലേ അദ്ദേഹം പണ്ട് പറഞ്ഞല്ലേ ഞാൻ അല്ലേ പ്രസിഡന്റ്, ഞാൻ സംസാരിക്കാം, നിങ്ങൾ അത് കഴിഞ്ഞ് സംസാരിക്കുന്ന എല്ലാ പരിപാടിയിലും ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാ പരിപാടിയും അപ്പൂപ്പന്മാര് പോയിരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ചെറുപ്പമാണ്, കുട്ടികളോടൊപ്പം കുടുംബങ്ങളിലെ ചെറുപ്പം ഉണ്ടാവും. ആരും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഗ്രൂപ്പാണ് പ്രശ്നമെങ്കിൽ അവര് കാര്യമായി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നശിച്ച് നാണക്കല്ല് എടുക്കുന്ന തറവാട് ഗൾഫിൽ പോയി എടുത്ത നന്നായി വന്ന അത്യാവശ്യം ഒരു എന്താണ് പറയുക ഒരു ഹോണ്ട അമേസ് ഒക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇനി അവന്റെ ചൂട് പിടിച്ച് രക്ഷപ്പെടാനാണ് ഇവർ നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാതായിരിക്കും. മനസ്സിലായോ? ഇവരൊക്കെ മൊത്തം നാളെ പോയിട്ട് വേറെ ABPയിലോ മറ്റേ ചെയ്യേണ്ടി വരും ഈ രീതിയിലാണെങ്കിൽ. കാരണം ഈ സാധനം ഉണ്ടാവില്ല. അതല്ല ഈ അടുത്ത് വരുന്ന ക്യാമ്പസ് സെലക്ഷനിൽ SFI കൂടുതൽ തുപ്പേടായിരിക്കും. കാരണം കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായ അടിയായിപ്പോയി. നമ്മളാരും പ്രതീക്ഷയല്ലോ. ഭയങ്കര അപ്രതീക്ഷിതമായ അടിയായിപ്പോയി. അപ്പോൾ പ്രിപ്പയർഡ്. അപ്പോൾ ആ SFIനാണ് ഇവർക്ക് നേരിടാനുള്ളത്. ആ സമയത്ത് ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ചല്ലോ എന്തെങ്കിലും ഉള്ളെടുത്ത് വേണ്ട തല്ലുണ്ടാക്കേ, ആദ്യം സംഘടന ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് അങ്ങേയറ്റം ആ പ്രസ്ഥാന സമിതി സംബന്ധിച്ചും അങ്ങനെ നിരാശാജനകമായ കാര്യമാണ്. പിന്നെ ഈ മൂത്ത നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പാണ് വിഷയമെങ്കിൽ മൂത്ത നേതാക്കന്മാരെ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അതെ, ഈ കുയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ആളുകൾ ഇനിയും ഇതൊക്കെ പയ്യന്മാർക്ക് വിട്ടെടുത്തൂടെ? ഇപ്പൊ SFIയുടെ അവസാന ക്യാമ്പൊക്കെ അടക്കുമ്പോൾ അവിടെ ഓരോ മാഷ് പോരാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ വളരെ അപൂർവമായിട്ടാണ് പാർട്ടി സെക്രട്ടറിമാർക്ക്. അത് ഈ SFIക്കാരും പിന്നെ ബുദ്ധിജീവി ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഒരു ആരെങ്കിലും വന്നു. ഇപ്പോൾ ജില്ലാ ക്യാമ്പിലൊക്കെ ഞാനൊക്കെ പോയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി നമ്മൾ കണ്ടിട്ടില്ല. പരമാവധി DYFI ജില്ലാ സെക്രട്ടറി പോലും വന്ന് എനിക്കറിയില്ല. ഏതൊരു ക്ലാസ് എടുക്കാൻ വന്നായിരുന്നു. അത് ആ രീതി പിള്ളേരെ കാര്യം പിള്ളേർക്ക് വിടണോ? അതെ. അല്ലാതെ ഈ പറയുന്നത് പിള്ളേരെ പരിപാടിക്കുമ്പോൾ വയസ്സന്മാരെ കൂട്ടി പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർക്ക് പറയാനുള്ള അല്ല പിള്ളേർക്ക് കേൾക്കാനുള്ളത്. കുറച്ചുകൂടി പക്ഷെ ബൽറാം, ഷാഫി ഇങ്ങനെയുള്ള കരിഷ്മാറ്റിക് ആയിട്ടുള്ള അത് വേറൊരു തരത്തിലുള്ള ലീഡർഷിപ്പിലുള്ള ആളുകളാണ്. ഷാഫി ആയാലും അല്ല, അവരാണ് ഈ പിള്ളേരുമായിട്ട് കണക്റ്റഡ് ആവുള്ളൂ. സുധാകരൻ ജിമ്മിൽ പോകുന്നുണ്ട് ശരിയാണ്, പക്ഷെ അതുകൊണ്ട് പിള്ളേരായിട്ട് കണക്റ്റഡ് ഒന്നും ആവില്ല. സുധാകരൻ എന്റെ കുട്ടികൾ എന്നാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. സുധാകരൻ വന്നതിന് ശേഷമുള്ള ശൈലിയാണ് ഈ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന സമയത്ത്. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. മറ്റേ ഇടുക്കിയിൽ മറ്റേ നമ്മൾ കണ്ടു. അതൊന്നും അത്ര ആ രീതിയിലുള്ള സംരക്ഷണം ഗുണ്ടായുസത്തിന് വളം വെക്കുകയുള്ളൂ. പലരും സംരക്ഷിക്കാറുണ്ട്, പക്ഷെ ആ രീതിയിലല്ല സംരക്ഷിക്കുക. അത്രേ ഉള്ളൂ. അത് സുധാകരൻ കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുധാകരന്റെ കുട്ടികളാണ് ഇങ്ങനെ ലീഡർ പറയുമ്പോലെ ഇതൊക്കെ അതിന്റെ രീതി അത് സുധാകരൻ അറിയും. അപ്പം അല്ല, സുധാകരൻ അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? അത് അലമ്പാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഭയങ്കര നാണക്കേട്. ദേശാഭിമാനിയിൽ നിന്ന് ഫസ്റ്റ് ന്യൂസ് കണ്ടോ? KSU ക്യാമ്പിലെ കൂട്ടത്തല്ല്. പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ അടിക്കോപ്പ് ഞാൻ വായിക്കുന്നില്ല. അത് എനിക്ക് അലോഷ്യസിനോട് ഒരു വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി എനിക്ക് ഇഷ്ടമുണ്ട്. അലോഷ്യസിന്
അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അലോഷ്യസ് ഒരുപക്ഷെ ഇവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തായാലും അത് താഴെ SFI ക്യാമ്പസ് വൃത്തിയാക്കുന്ന SFI കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇവര് ഈ എല്ലാ വേദിയിലും ഇപ്പം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാ വെള്ളിമംഗല മാമച്ചനാവേണ്ട ആവശ്യമില്ല. കല്യാണപ്പുരേ പോയി കഴിഞ്ഞാൽ പയ്യനാണോ, മരിച്ച വീട്ടിൽ പോയാൽ അവിടെ ശവമാണോ, അങ്ങനെ ശ്രദ്ധാകേന്ദ്രം ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പണി. കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്ക്, നിയമസഭാ ഇലക്ഷൻ ആകുമ്പോൾ കോൺഗ്രസിനെ സജ്ജമാക്കുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഗ്രാസ്റൂട്ട് ലെവലിൽ സാധനം ചത്ത് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ അല്ലേ അവരാലോചിക്കേണ്ടത്. ഇത് പിള്ളേർ കൂട്ടെടുത്ത് അവർ മാന്യമായി ചെയ്തു. മാത്രമല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞത് ഈ മുതിർന്ന ഒരു നേതാവിനും പുതിയ പിള്ളേരെ സെൻസിബിലിറ്റി ആയിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അപ്പൊ അതിന്റെ തൊട്ടു മുമ്പ് വന്ന ജനറേഷനിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. ഏത് ഇപ്പോഴുള്ള ക്യാമ്പസ് പഠിക്കുന്ന പിള്ളേരെ തൊട്ടു മുമ്പ് ജനറേഷൻ ഞാനൊക്കെ. എനിക്ക് പോലും ഈ പിള്ളേരുടെ സെൻസിബിലിറ്റി ആയിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, എന്റെയും കുറച്ച് തൊട്ടു മുമ്പുള്ള ജനറേഷൻ, അതിന്റെ മുമ്പുള്ള ജനറേഷനാണ് സുധാകരൻ, ഇവർക്കൊക്കെ ഇങ്ങനെ ഒത്തുപോകാം. ഇപ്പൊ എന്റെയൊക്കെ തൊട്ടുമുള്ള ജനറേഷൻ MP രാജേഷ് ഒക്കെയാണ്, CPM. അതിന്റെ മുമ്പുള്ള ഗോവിന്ദ മാഷിന്റെ ജനറേഷനിൽപ്പെട്ട ആളാണ് അത് സുധാകരൻ. അപ്പം ഇവരൊക്കെ സ്വയം മാറി നിൽക്കുകയാണ് വേണ്ടത്. ബൈബിളിൽ ഒറ്റ പറഞ്ഞിട്ടില്ല, അതാണ് ഓരോന്നും അതിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പല്ലിന്റെ സ്ഥാനത്തും ഓരോന്നും അതിന്റെ സ്ഥാനത്ത് നിൽക്കണം. അതിന് ഇവർക്ക് CPM എന്നൊക്കെ കണ്ടുപിടിക്കുക. CPM നേതാക്കൾ പറയുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരാളാകാൻ നിൽക്കില്ല. എന്നാൽ അവർക്ക് കൃത്യമായ കൺട്രോൾ ഉണ്ട്. അവിടെ എന്ത് പരിപാടിയാണ്, ആരൊക്കെയാണ് ഗസ്റ്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്, മെനു എന്താണെന്ന് വരെ അവർക്ക് അറിയാം, ജില്ലാ കമ്മിറ്റിക്ക് അറിയാം. ആ രീതി ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.